രാഷ്ട്രീയത്തിൽ ഇപ്പം ഇടതുപക്ഷമോ വലതുപക്ഷമോ ഇല്ലാതെ എല്ലാവരും അങ്ങയുടെ സുഹൃത്തുക്കളാണ്. ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ സുഹൃത്തുക്കളൊക്കെ പറയും എതിർപക്ഷത്തായി. അപ്പം ഈ പറയുന്ന ആൾക്കാരെല്ലാം അങ്ങയുടെ എതിർപക്ഷത്തായി. അത് അങ്ങേക്ക് ഗുണമാണോ ചെയ്യുക ദോഷമാണോ ചെയ്യുക? സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മളെന്തോ ആകാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഒന്നുമില്ല എന്നുള്ളതാണ്, ഒരു ഡെക്കറേഷനും വേണ്ട എന്നുള്ളതാണ്. ഞാൻ വളരെ സൈലൻ്റായി ഇവിടുന്ന് ഇറങ്ങണം, സാങ്കേതികമായി ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഇരിക്കുന്നത് പോലും. പക്ഷേ അത് നമുക്ക് കൃത്യമായൊരു സന്ദേശം നൽകണമല്ലോ ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു സ്പെഷ്യൽ എഡിറ്റേഴ്സ്. അല്ല നികേഷ് കുമാർ, സാധാരണ ഇതൊരു ഗോസിപ്പുകൾ, ഈ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഗോസിപ്പുകളുടെ കൂടെ ഒരു കേന്ദ്രമാണ്. അപ്പം ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്നും നികേഷ് കുമാർ മാറും എന്ന് കേട്ടാൽ അതിൻ്റെ കഥകൾ മെനയാൻ ഒത്തിരി ആൾക്കാരുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ അത് എൻ്റെ സഹപ്രവർത്തകരെ ബാധിക്കരുത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ സാങ്കേതികമായി എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ അത് സ്വാഭാവികമായും ഞാൻ അടക്കമുള്ള എഡിറ്റർമാരെയൊക്കെ ചിലപ്പോൾ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ ഈ സ്ഥാപനത്തിൽ മാധ്യമപ്രവർത്തകർ വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇതിൽ തുടരുന്നുണ്ടാവുക. ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല, ഞങ്ങൾക്ക് എഡിറ്റോറിയൽ ബോർഡുണ്ട്. അതിനകത്ത് ഏറ്റവും സജീവമായ മാധ്യമപ്രവർത്തന രംഗത്ത് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മാധ്യമ രംഗത്തുള്ളവരാണ് നമ്മളോടൊപ്പം ഉള്ളത്. അതുകൊണ്ട് അവരെയൊക്കെ കണ്ടിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഇളകുന്നു എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത് എൻ്റെ സ്ഥാപനത്തെ ബാധിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു പരിപാടിയിലുള്ള പ്രധാന ഉദ്ദേശം. Meet the editors.